കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുധിയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു കാറിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന കുറേ ലീലാവിലാസങ്ങൾ. അപ്പം അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ വലിയ എന്താ പറയുക, കയ്യിലിരിക്കുന്നതിനേക്കാൾ വലുതാണ് അളയിലുള്ളതെന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കാറിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന സംഭവമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങി. ഒരേ വീഡിയോ തന്നെ പല ചാനലുകാർ എടുത്തിട്ട് ആറാടുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പരിപാടി നടക്കണ്ടല്ലോ, പൈസ കൊടുത്തിട്ട് ലൈവായിട്ടാണോ അല്ല എനിക്കറിയില്ല കേട്ടോ, കയറി കാണുന്ന ഒരു പരിപാടി. പൈസ കൊടുക്കണം, 300 രൂപ ഒക്കെയാന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കുറഞ്ഞതെന്ന് തോന്നുന്നു. വലിയ വലിയ തുകകളുള്ള ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് കാലം മുമ്പ് തൊട്ട് കുറച്ച് അമ്മച്ചിമാർ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇട്ടുമൂടാൻ പറ്റാത്ത അത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവർ. ഒരു നിഷാന, ഒരു നിമിഷ ബിജു, പിന്നെ മഞ്ഞ കൊഞ്ഞെന്ന് വർത്തമാനം പറയുന്ന ഒരു ലേഡിയുണ്ട്, ഒരു ഉണ്ടപ്പത്തി ഒക്കെ ഉണ്ട്. കാണാൻ കാശ് കൊടുത്ത് ഇതിൽ കയറുന്നവർക്ക്, ഈ സബ്സ്ക്രിപ്ഷനിൽ കയറുന്നവർക്ക് നഷ്ടമൊന്നും വരാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ നിഷാനയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ആൾക്കാരുടെ 10 പെണ്ണുങ്ങളുടെ സാധനം ഒന്നിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. എങ്ങനെ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോയതാണെന്ന് അറിയത്തില്ല. അതോ ഇനി വല്ല മരുന്ന് കുത്തിവെച്ച് വീർപ്പിച്ചാണോ അതും അറിയില്ല. അപ്പോൾ അതേപോലെയൊക്കെ ഉള്ള ആളുകൾ ഇട്ട് തുള്ളിക്കുന്നത് കാണാൻ ഈ അന്യായ കാശ് കൊടുത്ത് കയറുന്നവർക്ക് പിന്നെ മുതലാവും. ഈ പെൺകുട്ടി ഇത് എന്ത് കണ്ടിട്ടാണ്, എന്ത് കാണിക്കാനാണ്? എല്ലാവരും ചെയ്യുന്നപ്പോൾ ഞാനും ചെയ്യുന്നു. പൈസ വേണം, പൈസ. എനിക്ക് അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് അറച്ചിട്ട് വയ്യ. ആ വായും നാക്കും ഒക്കെ ഇട്ട് ചെയ്യുന്ന പരിപാടികളെ മഹാമോശം. ഇത് എന്തെന്നാ പറയാ, കാണുന്നവർക്ക് തന്നെ മടുപ്പും വെറുപ്പും മറപ്പും ഒക്കെ വരുന്നു. ഈ പെൺകുട്ടി ഇനി ഇത് എവിടെ ചെന്ന് അവസാനിപ്പിക്കും? എന്നാണിതൊന്ന് നിർത്തുക? നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ മോശക്കേടുണ്ടാക്കുന്ന രീതിയിൽ ആകെ കൂടിയിട്ട് വായി കിടക്കുന്ന നാക്കുണ്ട്, അതിനുണ്ട് ഒരു മുഴ നീളം. അല്ലാതെ എന്തുണ്ട് കാണിക്കാനായിട്ട്? എന്തെങ്കിലും ഒന്ന് അത് ഞാൻ ആ വീഡിയോ കുറച്ച് കണ്ടു കേട്ടോ. അതിൽ ഒരു കിടക്കുന്ന സീനുണ്ട്. എൻ്റെ പൊന്നെ, വയറൊന്നും പറയണ സാധനം ഇല്ല, വയറില്ല, വയറങ്ങോട്ട് ഒട്ടി നട്ടല്ലേലേക്ക് വന്നേക്കുക. അത് ചില വീഡിയോസിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കാണാനുണ്ട്. അന്നേരം മാത്രം അത് കഴിക്കുന്നുള്ളൂ, ഇത് ആഹാരം കഴിക്കുന്നില്ലായിരിക്കുമോ? അത്രയ്ക്ക് ഉണങ്ങി ശുഷ്കിച്ച ഒരു ശരീരം. ഇതാണ് ഈ പൈസ കൊടുത്തിട്ട് ഈ പുരുഷവർഗം കയറി കാണുന്നത്. എന്ത് കാണാൻ? ഓ, ദുരന്തം എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? മോശക്കേട്. ഈ മൊബൈൽ തുറന്നാൽ എൻ്റെ ഫോണിൽ മാത്രമല്ല, ഇത് എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതെങ്ങനെയൊന്ന് അവസാനിപ്പിക്കും? നമ്മുടെ മൊബൈലിൽ ഇത് വരാതെ എന്ത് ചെയ്യും? കഷ്ടം എൻ്റെ രേണു. ഇങ്ങനെയൊന്നും മനുഷ്യന്മാരെ അധപ്പതിച്ച് പോകരുത് കുഞ്ഞെ. മോശക്കേട്. ഒരു ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്. ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഇത് ശരിയല്ല എന്നുള്ളത്? വിധവയാണ് പോലും വിധവ. മറ്റൊരു വീഡിയോ വരാം കേട്ടോ.